തീവ്രവാദി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അതിനതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഗ്രൂപ്പുകൾക്ക് അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളും അവരുടേതായിട്ടുള്ള SDPI പോലുള്ള സംഘടനകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള അജണ്ടകളും അവരുടേതായിട്ടുള്ള തീവ്രവാദ സ്വഭാവവും ഒക്കെ ഉണ്ട്. അതിന് ആ കാര്യങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുമായിരിക്കും. ഇത് മലപ്പുറത്ത് നടക്കുമ്പോൾ ചില ചിലർക്ക് ആശങ്കകളുണ്ടായിരുന്നു. മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള സഹകരണങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സഹകരണമായിരുന്നു. കാരണം അവിടെയുള്ള എല്ലാ ആളുകളും തന്നെ അവരുടെ ഇതിന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യാപാരത്തിൻ്റെ ഇതുകൂടിയാണ്. നല്ല രീതിയിലുള്ള വരുമാനം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ IITയുടെ ഒക്കെ വിദ്യാർത്ഥികളുടെ ഒരു ടീമൊക്കെ അവിടെ സർവേ നടത്തിയിരുന്നു. ഏതാണ്ട് ഒരു 100 കോടിയിലധികം രൂപയുടെ വ്യാപാരം ആ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. പിന്നെ പുറത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ വാടക അതൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാടകയ്ക്ക് വണ്ടി വിളിച്ചു വരുന്നു. പാർക്കിംഗ് ഫീസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് 100 കോടിയിലധികം വരുമാനം അവിടെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വാടക തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട്. വരുന്ന ഓരോ സ്ഥലത്തെയും ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതിന് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സംഗതി അതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും വരും എന്നാണ് വെറുതെ ഒരു കണക്ക് അവരുടെ ഒരു ഇതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു എക്കോണമിയുടെ ഒരു ചലനം ഈ ഒരു കാര്യം KSRTC തന്നെ 200ഓളം സർവീസുകളാണ് നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചലനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചലനത്തിൻ്റെ വലിയ ഒരു ഗുണഭോക്താക്കളായിട്ടുള്ള പ്രദേശവാസികൾ എല്ലാ ജാതി മതഭേദമന്യേ തന്നെ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അവസാനം സേവാഭാരതി ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് അവിടെയുള്ള ഞാനും വീഡിയോ കണ്ടതാണ്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് നാരങ്ങ വെള്ളവും മോരും ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന സേവാഭാരതിക്കാർക്ക് കൊടുക്കാനും അവരെ അഭിനന്ദിക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ, മലപ്പുറത്തിനെ കുറിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പ്രചരണമുണ്ട്, വീഡിയോകളൊക്കെ സ്വാമി കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഹിന്ദുക്കൾക്ക് ചെന്ന് കയറാൻ പറ്റാത്ത ഗ്രാമങ്ങളുള്ള എന്ത് തരത്തിലുള്ളത്. സ്വാമി കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. മലപ്പുറത്തിനെ കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളുണ്ടായിരുന്നു തിരുനാവായ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്ത്. തിരുനാവായ മെജോറിറ്റി മുസ്ലിംസ് ഉള്ള തിരുനാവായ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് അത് ആ ക്ഷേത്രത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് യജ്ഞശാല വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പോലും പോലീസുകാർ സംഭവിച്ചിട്ടില്ല. മോശമായ അർത്ഥത്തിലല്ല, എന്തെങ്കിലും കാര്യങ്ങളും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടും ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ പ്രദേശവാസികളായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടാകാനോ ഇടപഴകാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ആന്ധ്രാപ്രദേശും കർണാടകയും കേരളവും തമിഴ്നാടും ഒരുമിപ്പിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഹിന്ദുക്കൾ ചെറുത്ത് തോൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കുംഭമേള നടത്തുന്നത്. അതിൻ്റെ ലക്ഷ്യം അതാണ് എന്ന തരത്തിലുള്ള വീഡിയോകളുണ്ട്. അപ്പം ആ തരത്തിലുള്ളൊരു മറ്റ് മതത്തിലുള്ളവരെ നിന്ദിച്ചിട്ട് അല്ലെങ്കിൽ അവരെ മാറ്റിയിട്ട് ഹിന്ദു അവേക്കണിങ് എന്നുള്ള സാധനം പോസിബിളാണ്. അല്ല, ഇപ്പം അങ്ങ് പറഞ്ഞ ഇതിൽ തന്നെ മറ്റു മതങ്ങളെ നിന്ദിക്കുന്നൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന ആളുകൾ, അതായത് ഈ 4 സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റണം എന്ന് പറയുന്ന ചർച്ച നടത്തുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അത് വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങുകൾ തന്നെ കട്ടിങ് സൗത്ത് എന്നുള്ള പേരിലൊക്കെ നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വിഘടനവാദമാണ്, രാജ്യ താല്പര്യത്തിനെതിരാണ്. ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, സമാജത്തിൻ്റെയും ദേശത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ധർമ്മജാഗരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള വിഘടനവാദങ്ങൾക്കും ധർമ്മജാഗരണം എതിരാണ്. താങ്കൾക്ക് ത്രെറ്റ് വല്ലതും ഉണ്ട് സ്വാമി? എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് എപ്പോഴും പുറകെ ഒരാളുണ്ട്. അല്ല, അത് അഖാഡയുടെ ഒരാളല്ല, 11 പേര് വേണമെന്നാണ്. അത് നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരാളെന്നുള്ള നിലയിൽ അത് തന്നെ അഖാഡയിലെ ഏറ്റവും പാവമായിട്ടുള്ളൊരു മനുഷ്യനെ നമ്മൾ കൊണ്ടു നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ ആ ചടങ്ങിന് വേണ്ടി. അത് ആ മഹാമണ്ഡലേശ്വരയുടെ അധികാര ചിഹ്നമാണ്. അത് സ്ഥാനത്തെ കാണിക്കുന്നതാണ്. അല്ലാതെ ത്രെറ്റ് ഉണ്ടോ സ്വാമി? നമ്മളിവിടെ വന്ന സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകൾ ഒരു ഫയലുമായിട്ട് വന്നിരുന്നു, കുറേ വാട്സപ്പ് ചാറ്റുകളും മറ്റുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഭീഷണി ഉണ്ട് എന്നൊക്കെ. രാഷ്ട്രീയ പാർട്ടിയുടെ ആണോ? രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കല്ല, മതപരമായിട്ടും മറ്റുള്ള രീതിയിലുമൊക്കെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുടെയും ദേശവിരുദ്ധ ഗ്രൂപ്പുകളുടെയും ഒക്കെ ഭീഷണിയുണ്ട് എന്നുള്ള രീതിയിൽ. അത് ആ ഭീഷണി കൊണ്ടല്ല, അത് അത്രയും ക്രൗഡ് വരുന്നതുകൊണ്ട് അവരൊരു ഒരു സൗഹൃദത്തിൽ പറയുന്നതാണ്. സ്വാമി പോയാൽ പുലിവാലാവും, ഇത്രയും ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ പറഞ്ഞാൽ നിൽക്കില്ല, സ്വാമിജി എന്നെ വേണം, ഇവിടെ പോവരുതട്ടോ എന്ന് പറയുന്ന ഒരു സൗഹൃദം നിലയ്ക്ക് പറഞ്ഞതാണ്. അതല്ല, ഞാൻ കുംഭമേള കഴിഞ്ഞ് വന്ന സമയത്ത്
ഇവിടെ നിന്നുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വന്നാലൊരു എസ്കോർട്ട് പോലുള്ള സംവിധാനങ്ങൾ വേണ്ടി കോടതിയോ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി സമീപിക്കണം. ഇത്തരത്തിലുള്ള ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില മതതീവ്രവാദി ഗ്രൂപ്പുകളിലും ഒക്കെ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു. കഴിഞ്ഞ കുംഭമേളയ്ക്ക് 12 വർഷം മുമ്പുള്ള കുംഭമേളയ്ക്ക് ഇതുപോലെ അഖാഡയുടെ അന്നത്തെ സഭാപതിയുടെ മുമ്പിൽ വന്നിട്ട് അവിടെ കുംഭമേളയിൽ പൊതുവിൽ എല്ലാവരും അഖാഡ ജനങ്ങളുമായിട്ട് അധികവും മിങ്കിൾ ചെയ്യുക കുംഭമേളയ്ക്കകത്ത് മാത്രമാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്നത്തെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കുറച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഒരു ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു ബോംബ് ഇവിടെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മരിക്കും, നീ മരിക്കും, ഇവിടെയുള്ള 500 പേര് മരിക്കും, അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കാനാ, ധർമ്മം നടക്കുന്നില്ല. ഇപ്പം സ്വാമി പറഞ്ഞു വരുന്ന തിരുനാവായയിൽ നടന്ന മഹാമാഗത്തിലെ ചില വിഭാഗം, ചില മതവിഭാഗങ്ങളല്ലേ ഒരു ഗ്രൂപ്പ്സ് അസ്വസ്ഥരായിട്ടുണ്ട്. അല്ല, മാഘത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കുംഭമേള കഴിഞ്ഞ് ഇത് കഴിഞ്ഞു വന്നല്ലോ. അല്ല, പ്രയാഗ്രാജിലെ കുംഭമേള കഴിഞ്ഞ് കേരളത്തിലെത്തിയ സമയത്ത്. ഈ കഴിഞ്ഞ ദിവസം തിരുവല്ലാമല മറ്റേ പ്രയാഗ്രാജിലെ കുംഭമേള കഴിഞ്ഞ് കേരളത്തിൽ വന്ന സമയത്ത്. അപ്പൊ അതിന് സ്വാമിജി കാണുന്നത് വളരെ അല്ല, കുംഭമേള കഴിഞ്ഞ് മറ്റേ പ്രയാഗ്രാജിലെ കുംഭമേള കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന സമയം. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ കുംഭമേളയുടെ എല്ലാ സമുദായങ്ങളും സഹകരിച്ചു എന്നല്ലേ? അതെ അതെ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമുദായികമായിട്ടുള്ള സഹകരണം. അതായത് ഇപ്പോൾ തീവ്രവാദി ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ തലത്തിലല്ല കാണുന്നത്. സ്വാമി, മുസ്ലിം ലീഗിന് ഇതുപോലെ എക്സ്ട്രീമിസ്റ്റ് ആശയമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചരണമുണ്ട്. സ്വാമിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലീഗിൽ അത്തരം ആശയങ്ങളിലുള്ള ആളുകളുടെ ഒരു സ്വാധീനം കൂടി വരുന്നൊരു പ്രവണത ഉണ്ട് എന്നാണ് സാമാന്യമായിട്ട് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി VPI UDFിൻ്റെ കൂട്ടത്തിലായിരുന്നു. അതായത് ലീഗും VPI എല്ലാം ഒരുമിച്ചായിരുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളനുസരിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് അവരുടെ ഭാരവാഹിത്വത്തിൽ പോലും അവരുടെ പ്രാതിനിധ്യമുണ്ട്, തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യമുണ്ട്. അവർക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള ശേഷിയും കാര്യങ്ങളും. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഈ അടുത്ത കാലത്ത് പറയുന്നത് സോഫ്റ്റ് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പറയുന്നൊരു ഇതുണ്ട്. നന്നായി വരട്ടെ. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ കേസിൽ അതറിയാലോ, ശബരിമലയിൽ നടന്ന ഒരു ഇതില് കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റി. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ കുറെ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അതിനെ സർക്കാർ അല്ലെങ്കിൽ CPM സപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തില്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കുന്നത്? അല്ല, അത് CPM സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് പറയല്ല, TP ചന്ദ്രശേഖരനെ വധിച്ച കാറിൽ മാഷാ അള്ളാ എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് പോയ ആളുകളാണ്. പാർട്ടി വിട്ടുപോയ മുസ്ലിമിനെ കൊന്ന് അതിൻ്റെ അടയാളങ്ങൾ പാർട്ടി വിട്ട് RSSലേക്ക് പോയ ആളുടെ വീട്ടിൽ തെളിവ് കൊണ്ടിടുന്ന ഇതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ വർഗീയതയെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതയാണെന്നാണോ പറയുന്നത്? അല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഞാൻ CPM കുറിച്ചാണ് പറഞ്ഞത്. പുള്ളിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് CPM-നെതിരെയുള്ള ഒരു പ്രശ്നം. അല്ല, അതായത് പുള്ളിയെ സപ്പോർട്ട് ചെയ്തോ പുള്ളിയുടെ കാര്യങ്ങളല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്കൂളുകളുടെ വിഷയത്തിലാണ്. ഞാൻ ഈ മലപ്പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ മലപ്പുറത്തെ സ്കൂളുകളുടെ ഒരു കാര്യം ബന്ധപ്പെട്ടിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശ്രമം ഒരു 4-5 കൊല്ലം മുമ്പ് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് ടോയ്ലറ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ട് അതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകാതിരുന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഒരു എന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുത്തയക്കേണ്ടി വന്നു ആ ടോയ്ലറ്റ്. അവർ അനുമതി ചോദിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് ഈ കാര്യങ്ങൾ ചെയ്ത് പരിചയമില്ലാത്ത ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അനുമതി ചോദിച്ചിട്ട് അനുമതി നിഷേധിക്കുന്ന ഒരു സംഗതി ഉണ്ടായി, ടോയ്ലറ്റ് കൊടുക്കാൻ. അത് ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, പാവപ്പെട്ട ആളുകൾക്ക് വീടുകളിലേക്ക് ടോയ്ലറ്റ് കൊടുക്കാനുള്ള അനുമതി നിഷേധിക്കുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട്. ഈ ഹോസ്പിറ്റൽ സംവിധാനം അടക്കമുള്ള ഒരു വാഹന സൗകര്യമുണ്ട്. അത് സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി വന്നപ്പോൾ ഒരു 2 വർഷം മുമ്പ് അതിനുള്ള പ്രവർത്തനാനുമതി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തില്ല.
ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതെനിക്കറിയില്ല. ഇതൊക്കെ അവിടെ മലപ്പുറത്ത് അല്ല മലപ്പുറത്ത് നടന്ന 2 ഇൻസിഡൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നമുക്ക് അനുമതി അല്ല പോലീസല്ല ജില്ലാ ഭരണകൂടം നമുക്ക് അനുമതി നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില സംസാരങ്ങളിൽ നിന്ന് മലപ്പുറത്തെ ആശ്രമങ്ങളുടെ ഭാരവാഹികൾ പറഞ്ഞതാണ്. ആൾക്കാർ പറയാൻ മടിക്കുന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി തുറന്ന് പറഞ്ഞു എന്നുള്ളതിൽ മനസ്സിലായി. അല്ല, അതിൻ്റെ ഫാക്റ്റോ മറ്റുള്ള കാര്യങ്ങളോ എനിക്കറിയാത്ത കാര്യമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് നേരിട്ട് മലപ്പുറത്തെ ആശ്രമങ്ങളിലെ മഠാധിപതികൾ പറഞ്ഞ ഒരു 5-6 വർഷം മുമ്പാണ് ഈ ടോയ്ലറ്റിൻ്റെ വിഷയം ഉണ്ടാകുന്നത്. ഒരു കൊല്ലോ 2 കൊല്ലം മുമ്പാണ് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യം ഉണ്ടാകുന്നത്. ഈ മഹാമകം ഇനി അടുത്ത വർഷങ്ങളിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കിന് ഇപ്പം മലപ്പുറത്തെ ഇപ്പം ഈ ഒരു സ്ഥിതി ഇപ്പം സ്വാമി പറഞ്ഞ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ മാറിയിട്ട് ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യം, ഇതുപോലുള്ള സ്വാതന്ത്ര്യങ്ങൾ കിട്ടുമെന്നാണോ? അല്ല, ഇപ്പോഴേ നല്ല സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഭംഗിയായിട്ട് മാകം നടത്തിയില്ലേ. അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇത് ഭംഗിയായി നടക്കണം എന്നുള്ള ഒരു ഭാവം ആത്മാർത്ഥമായിട്ടുള്ള ആളുകളായിരുന്നു. അവരതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെ ഉള്ളതോടുകൂടി, പ്രത്യേകിച്ച് പോലീസ് സംവിധാനം, അവരുടെ ലീഗൽ കാര്യങ്ങളൊക്കെ അവർക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളും അനുസരിച്ച് ചെയ്തേ പറ്റൂ, രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അവരുടെ പ്രസൻസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പൊതുവിൽ സർക്കാർ ഒരു അനുകൂല നിലപാടിലായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു ഹിന്ദു പരിപാടിക്ക് സപ്പോർട്ട് ചെയ്ത് ആ ഒരു പേര് വരുത്തണ്ടെന്ന് വിചാരിച്ച് മാറി നിന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോപ്പ് മെമ്മോ ഒന്നും തരുന്ന ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഹൈക്കോടതിയിൽ ഇത് ഉടനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് പെറ്റീഷൻ മൂവ് ചെയ്യേണ്ട കാര്യമില്ല. 6ഓളം ഗവൺമെൻറ് ലീഡർമാരാണ് ഇതിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ അവസാനത്തെ ദിവസമാണ് ലാസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നത്. അപ്പോൾ ഞങ്ങളിത് പരിപാടി തീർന്നു എന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ല, ഞങ്ങൾക്ക് കുറേ വാദമുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു സമീപനം ജില്ലാ ഭരണകൂടം കൈക്കൊള്ളേണ്ട കാര്യമില്ല അതങ്ങനെയാണെങ്കിൽ. കാരണം അത് അവിടെ നടന്നു പോകുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ നമ്മളൊരു പരാതി ഇതിൻ്റെ ഒരു അനുമതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കത്ത് കൊടുത്താൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ നോഡൽ ഓഫീസർമാരെ വെക്കുക. ആ നോഡൽ ഓഫീസർമാരാണ് നമുക്ക് വേണ്ട റെഗുലേഷൻസൊക്കെ എന്തെന്ന കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള അനുമതി തരിക. ഇതാണ് നോർമൽ പ്രൊസീജിയർ. അതവർക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുമില്ല. അത് ചെയ്യാതെ ഒരു സ്റ്റോപ്പ് മെമ്മോ അതാണെങ്കിൽ എല്ലാ വർഷവും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല.